ആഭ്യന്തരമന്ത്രിയെ മുള്ളുമ്മേൽ നിർത്തി നെട്ടോട്ടം ഓടിക്കുകയാണ് ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രൻ. സംഘപരിവാർ അനുകൂലികൾ കേരള പോലീസിൽ നുഴഞ്ഞു കയറിയെന്ന ആശങ്കയിലാണ് പിണറായി ഇപ്പോൾ. തൃശൂരിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഇതിന്റെ ഒരു സൂചന ഇട്ടുകൊടുത്തിരുന്നു ശോഭാ സുരേന്ദ്രൻ. ബി.ജെ.പിക്കാരെ കൈകാര്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഒരു പോലീസുകാരൻ എനിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിയുടെ അറിവോടെയാണോ ഇതെന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച ചോദ്യം. പോലീസിനെ ഇറക്കി തീക്കളി വേണ്ട, ഞങ്ങൾക്കും പോലീസിൽ പിടിയുണ്ടെന്ന് പിന്നാലെ ബി.ജെ.പി. ഗ്രൂപ്പുകളിൽ പോസ്റ്റുകളും കമന്റുകളും വന്നു. അന്ന് സ്വൈര്യം നഷ്ടപ്പെട്ടതാണ് ആഭ്യന്തരമന്ത്രിക്ക്. പോലീസിലെ ബി.ജെ.പി. ചാരന്മാരെ തൂക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ പിണറായി. ശോഭാ സുരേന്ദ്രൻ പൊട്ടിച്ച ബോംബ് മുഖ്യന്റെ മൂട്ടിൽ തന്നെ വന്ന് വീണാണ് പൊട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം മുതൽ പിണറായിക്കും കൂട്ടർക്കും CPM-നും ഒക്കെ വലിയ എതിരാളിയായി മാറിയിരിക്കുകയാണ് ശോഭ. CPM-ന്റെ വലിയ വോട്ടുകൾ ചോർത്തിയെടുക്കാൻ ശോഭയ്ക്ക് ആലപ്പുഴയിൽ കഴിഞ്ഞിരുന്നു. അങ്ങനെ ആലപ്പുഴയിൽ CPM-ന്റെ ഒരു പ്രധാന എതിരാളിയായി മാറിയതും ശോഭയായിരുന്നു. ഇപ്പോൾ ദേണ്ടെ ആഭ്യന്തര വകുപ്പിലേക്കും തലയിട്ടിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. ഇതോടുകൂടി പിണറായിക്ക് കിളി പോയിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിലും ശോഭയുടെ ചാരന്മാർ ഉണ്ടെന്ന ആക്ഷേപം പിണറായിക്ക് വെള്ളിടിയാകുകയാണ്. കേരള പോലീസിൽ ചാരന്മാരുടെ പെരുപ്പാണ്. CPM അനുകൂലികൾ, BJP, കോൺഗ്രസ്, ലീഗ്, SDPI കൂട്ടരൊക്കെ പിടിമുറുക്കിയിരിക്കുകയാണ് സേനയിൽ. പല വിവരങ്ങളും സേനയിൽ നിന്ന് ചോർന്ന് പുറത്തു പോകുന്നു. ഇതിനിടയിൽ കുറച്ച് സത്യസന്ധരായ ഉദ്യോഗസ്ഥർ ബലിയാടുകളാകുന്നു. ശോഭ തുറന്നുവിട്ട വെളിപ്പെടുത്തൽ അലോസരപ്പെടുത്തുമ്പോൾ വകുപ്പിലെ സംഘപരിവാർ കൂട്ടരെ കണ്ടെത്തി നടപടിയെടുക്കാനാണ് വകുപ്പ് മന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത്. സേനയിലെ വിവരങ്ങൾ ചോർന്നു പുറത്തു പോകുന്നതിൽ പിണറായി വിജയൻ കടുത്ത അമർഷത്തിലാണ്. പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിനോട് വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പാർട്ടി അനുഭാവികളായിട്ടല്ല, പോലീസിന്റെ പണിയെടുക്കണമെന്ന് കട്ടായം ഉത്തരവിട്ടിരിക്കുകയാണ് പോലീസ് മേധാവിയും. സംഘപരിവാർ പോലീസിൽ പിടിമുറുക്കിയിട്ടും ഇരട്ടച്ചങ്കൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വിമർശനവും പരിഹാസവും പിണറായിക്ക് നേരെ ഉയരുന്നുണ്ട്. അതോ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണോ ഈ ചാരന്മാരുടെ വിളയാട്ടമെന്ന് പ്രതിപക്ഷവും വിമർശനം ഉന്നയിക്കുമ്പോൾ പ്രതിരോധത്തിലാണ് പിണറായി. ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ പ്രതിപക്ഷം ആയുധമാക്കുകയും ചെയ്തിരുന്നു. പോലീസിൽ BJP അനുഭാവികളുടെ കൂട്ടായ്മകൾ രൂപപ്പെടുന്നുവെന്ന റിപ്പോർട്ട് ഗൗരവത്തിലെടുക്കാനാണ് പിണറായി സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. പോലീസിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വിലക്കുണ്ട്. ഇതിനിടെയാണ് പോലീസിലെ പരിവാർ വൽക്കരണ വാർത്ത എത്തുന്നത്. പോലീസിൽ BJP സ്വാധീനം കൂട്ടാനാണ് ഇത്തരം കൂട്ടായ്മകൾ. ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും സ്വാധീനം ശക്തമാക്കാനാണ് ശ്രമം. വിരമിച്ച ചില പോലീസുകാർക്കാണ് ഇതിന്റെ നേതൃത്വമെന്നാണ് വിവരങ്ങൾ. കുടുംബ സംഗമങ്ങൾ എന്ന രീതിയിലുള്ള യോഗങ്ങളാണ് നടത്തുന്നത്. പോലീസ് അസോസിയേഷനുകൾ CPM രാഷ്ട്രീയവൽക്കരിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരമൊരു കൂട്ടായ്മ ശക്തമാകുന്നത് എന്നാണ് വിശദീകരണവും. ഈ കൂട്ടായ്മ പലതരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളും നടത്തുമെന്ന സൂചനയുമുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് തൃശൂരിൽ കമ്മീഷണർ ഓഫീസ് മാർച്ചിൽ BJPക്കാരെ കൈകാര്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഒരു പോലീസുകാരൻ തനിക്ക് വിവരങ്ങൾ നൽകിയെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെച്ചത്. അന്നു മുതൽ തന്നെ പോലീസിൽ സംഘപരിവാർ അനുകൂലികൾ കൂടിയിട്ടുണ്ട് എന്നുള്ള ഒരു വിമർശനവും സർക്കാർ ഇതിൽ എന്ത് നീക്കമാണ്, വകുപ്പ് മന്ത്രി എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള തരത്തിലൊക്കെ ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു. ശോഭാ സുരേന്ദ്രന്റെ ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നതിന് പിന്നാലെ സർക്കാർ അന്വേഷണവും നടത്തിയിരുന്നു. ഇതിനിടെയാണ് സംസ്ഥാനത്തുടനീളം BJP പോലീസുകാർ ഒരുമിക്കുന്നുവെന്ന റിപ്പോർട്ടും എത്തുന്നത്. ഈ സാഹചര്യത്തിൽ പോലീസിലെ കുടുംബ സംഗമങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച് നിരീക്ഷിക്കും. ഇതിന് പ്രത്യേക സംഘങ്ങളെയാണ് ഇപ്പോൾ പിണറായി നേതൃത്വത്തിൽ നിയോഗിച്ചിരിക്കുന്നത്. പോലീസ് അസോസിയേഷൻ, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നീ ഔദ്യോഗിക സംഘടനകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ CPM, കോൺഗ്രസ് അനുഭാവികളാണ് 2 പാനലായി മത്സരിക്കാറ്. സാധാരണ BJP അനുഭാവികൾ കോൺഗ്രസ് പാനലിനോട് ചേർന്ന് നിൽക്കും. ഇത്തവണയും അവർ നേരിട്ട് മത്സരത്തിനിറങ്ങിയിട്ടില്ലെങ്കിലും BJP അനുഭാവികൾ പ്രതിപക്ഷത്തിന്റെ പാനലിൽ ഉണ്ടായിരുന്നതായി ഭരണപക്ഷവും ആരോപിക്കുന്നുവെന്ന് റിപ്പോർട്ടുണ്ട്. പോലീസിൽ പരിവാർ വൽക്കരണ ശ്രമമുണ്ടെന്ന വാർത്ത ഇത്തരത്തിൽ ചില മാധ്യമങ്ങളിൽ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. കേരളത്തിൽ BJPക്ക് ഭരണം ലഭിക്കാത്തതിനാൽ CPM-നെയോ കോൺഗ്രസിനെയോ പോലെ അസോസിയേഷൻ മത്സരത്തിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. അതേസമയം കൂട്ടായ്മ ശക്തമാക്കുന്നതിലൂടെ ഇവർക്ക് പോലീസിൽ ഇടപെടലുകൾ സാധ്യമാകും. പോലീസിൽ BJP അനുഭാവികളുടെ എണ്ണം കൂടുന്നുണ്ടെന്ന് CPM, കോൺഗ്രസ് അനുഭാവികൾ ഒരുപോലെ സമ്മതിക്കുന്നുണ്ടെന്നും ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു.
നേരത്തെ കുമരകത്തെ റിസോർട്ടിൽ RSS അനുഭാവികളായ ജയിൽ ഉദ്യോഗസ്ഥർ രഹസ്യ യോഗം ചേർന്ന സംഭവത്തിൽ ജയിൽ വകുപ്പ് 18 ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി സ്ഥലം മാറ്റം മാത്രമായി ഒതുക്കുകയും എന്നാൽ ഇതിന് സൗകര്യമൊരുക്കിയ കുമരകം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെതിരെ നടപടിയില്ലാത്തതും വലിയ വിമർശനത്തിനും വഴിയൊരുക്കിയിരുന്നു. ജനുവരിയിൽ നടന്ന ഈ യോഗം രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ സംഘടിക്കരുതെന്ന ജയിൽ വകുപ്പിന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസ് വിഭാഗവും ഇത് സംബന്ധിച്ച് സർക്കാരിനും ജയിൽ വകുപ്പിനും റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. 13 ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർമാരും 5 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരും ഉൾപ്പെട്ട ഈ രഹസ്യ കൂടിക്കാഴ്ചയ്ക്ക് റിസോർട്ടിലെ മുറികൾ ഏർപ്പാടാക്കിയത് കുമരകം പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് വലിയ വിവാദത്തിന് വഴിവെച്ചു. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും ഇന്റലിജൻസ് വിഭാഗത്തിന്റെയും റിപ്പോർട്ടുകൾ ഈ യോഗത്തിന്റെ ഗൗരവം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരേ മനസ്സുള്ള ഞങ്ങളുടെ കൂട്ടായ്മ കോട്ടയത്ത് തുടക്കമായി, ഇനി വളർന്നുകൊണ്ടേയിരിക്കും എന്ന അടിക്കുറിപ്പോടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ചിത്രങ്ങൾ വലിയ പ്രതിഷേധത്തിന് കാരണമായി. തിരുവനന്തപുരം, വിയ്യൂര്, കണ്ണൂര്, തവനൂർ തുടങ്ങിയ ജയിലുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഈ യോഗം സർക്കാർ സർവീസിന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നതാണ്. മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തല യോഗം സർക്കാരിന്റെ പിന്തുണയോടെയാണ് നടന്നതെന്ന ഗുരുതര ആരോപണം ഉന്നയിച്ചിരുന്നു. സർക്കാർ സർവീസിന്റെ നിഷ്പക്ഷതയും വിശ്വാസ്യതയും ഉറപ്പാക്കാൻ രാഷ്ട്രീയ ഇടപെടലുകൾ തടയുന്നതിന് കർശന നിയന്ത്രണങ്ങൾ അനിവാര്യമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഉടനടി അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാകുകയാണ്. CPM കൂട്ടായ്മകളും പോലീസിൽ ഉണ്ടെന്നതും വസ്തുതയാണ്. വിരമിച്ച ശേഷം RSSന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നവരിൽ മുൻ DGPമാർ വരെയുണ്ട്. DGPയായി വിരമിച്ച TP സെൻകുമാറിനും ജേക്കബ് തോമസിനും പുറമെ MGA രാമനും RSS വേദികളിലെത്തി. IG-ആയി വിരമിച്ച S ഗോപിനാഥും SP PN ഉണ്ണിരാജനും പ്രവർത്തനവുമായി സഹകരിക്കുന്നുണ്ടെന്ന് RSS സമ്മതിക്കുന്നുണ്ട്. DGP ആയിരുന്ന R ശ്രീലേഖയും BJPയുടെ ഭാഗമാണ്. നേരത്തെ BJPയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുള്ള നിലവിൽ RSS അഖില ഭാരതീയ വിശേഷാൽ സമ്പർക്ക പ്രമുഖായ റാംലാൽ 2022 കേരളത്തിൽ വന്നപ്പോൾ മറ്റൊരു ADGPയും ചില മുതിർന്ന IAS ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയതെങ്കിലും ഉദ്യോഗസ്ഥ നേതൃത്വത്തിലെ ഉന്നതരെയും കണ്ടു. കുറച്ചുകാലം മുൻപ് വരെ കേരളത്തിൽ ഈ ചുമതല വഹിക്കുന്നത് വിശേഷാൽ സമ്പർക്ക പ്രമുഖ് A ജയകുമാർ ആയിരുന്നു. ADGP MR അജിത് കുമാർ RSS ജനറൽ സെക്രട്ടറിയെ കണ്ടതും വലിയ വിവാദമായിരുന്നു. MR അജിത് കുമാറിന് RSS നേതാവുമായി എന്താണ് ബന്ധം എന്നുള്ള ചോദ്യം ശക്തമായിരുന്നു. ഇതിന് ഇതുവരെ കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ MR അജിത് കുമാറിന് കഴിഞ്ഞിട്ടില്ല. RSS BJP സംഘങ്ങളുമായുള്ള പിണറായി വിജയന്റെ ബന്ധത്തിന്റെ പാലമിട്ടിരിക്കുന്നത് MR അജിത് കുമാർ ആണോ എന്നുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ പോലീസിൽ സംഘപരിവാർ വൽക്കരണം നടക്കുന്നു എന്ന് സമ്മതിക്കേണ്ട ഒരു ഗതികേടിലേക്ക് പിണറായിയും എത്തിയിരിക്കുകയാണ്. അതിന്റെ തെളിവാണല്ലോ ഇപ്പോൾ ചാരന്മാരെ തൂക്കുന്നതിന് പ്രത്യേക സംഘത്തെ തന്നെ പോലീസ് മേധാവി നിയോഗിച്ചിരിക്കുന്നത്. കേരള പോലീസ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമായി നിൽക്കേണ്ടവരല്ല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കേണ്ടവരാണ്. അല്ലാതെ കോൺഗ്രസിന്റെയോ BJPയുടെയോ CPMന്റെയോ ഒരു പാർട്ടിയുടെയും അടിമകളായി നിൽക്കേണ്ടവരല്ല. നിർഭാഗ്യവശാൽ കേരളത്തിലെ പോലീസുകാർക്ക് ചില രാഷ്ട്രീയ പാർട്ടികളുമായി ചായ്വുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ പണിയല്ല എടുക്കുന്നത് എന്ന് ഇപ്പോൾ പറയേണ്ടി വരും. പോലീസിലെ വലിയൊരു വിഭാഗത്തിൽ പിടിമുറുക്കിയിരിക്കുന്നത് CPM ആണ്. CPM അനുകൂലികളായിട്ടുള്ള പോലീസുകാർ അതുകൊണ്ട് തന്നെ SFIയും DYFIയും ഒക്കെ എന്ത് കാണിച്ചാലും ഒരക്ഷരം മിണ്ടാതെ നോക്കുകുത്തികളായി നിൽക്കുന്നത് ഇതിനോടകം തന്നെ കേരളം കണ്ടു കഴിഞ്ഞതാണ്. ഇത് മാത്രമല്ല, എല്ലാവരെയും അടക്കി ഭരിക്കുന്നതും ഈ സേനയിലെ CPM അനുകൂലികളായ പോലീസുകാരാണ്. ഇവരെ കയറൂരി വിട്ടിരിക്കുകയാണ് പിണറായി വിജയൻ. ആ പിണറായിക്കിട്ട് 8ന്റെ പണി കൊടുത്തുകൊണ്ട് ദേ ഇപ്പോൾ സേനയിൽ സംഘപരിവാറും വളരുകയാണ്.